കാരണം നമുക്കിന്ന് പന്നിയൂർ 5-ൻ്റെ വള്ളിത്തല ഒരാഴ്ച കൊണ്ട് പൊടിപ്പിച്ചിട്ട് കുറച്ചാൾക്ക് കൊടുക്കേണ്ടിയുണ്ട്. അപ്പോൾ കുറച്ച് കുപ്പികളിൽ നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വേഗം പൊടിപ്പിക്കേണ്ടതിനെ കൊണ്ട് അപ്പോൾ ഒരു 50-100 വള്ളിത്തല 50-100-150 വള്ളിത്തല നാളെ മരുന്നാ കൊടുക്കേണ്ടിയുണ്ട്. അപ്പോൾ നമ്മൾ വേഗം പൊടിപ്പിച്ചിട്ട് എങ്ങനെ നമുക്ക് ആൾക്കാർക്ക് കൃഷി നേഴ്സറിയിൽ നിന്നും കൊടുക്കുക എന്നുള്ള വീഡിയോ ആണ് ഇട്ടിരുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാ വള്ളിത്തല പൊടിച്ചത് ഇത് കണ്ടെങ്കിൽ പൊടിപ്പിതാക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇതേ പൊടിപ്പ് ഇതും നമുക്ക് എങ്ങനെ പാക്കറ്റിലാക്കാമെന്നാണ് നോക്കുന്നത്. ഇങ്ങനെ ഇടുക. ഇതിന് ശേഷം നമ്മൾ കണ്ടങ്ങൾ പൊടിക്കുന്നുണ്ടല്ല നല്ലോണം വേര് കണ്ടങ്ങൾ എന്നല്ല. ഇതിപ്പം നമ്മൾ ഒന്ന് ഇത് വെക്കുന്ന എങ്ങനെയാണെന്ന് നോക്കണം. നമ്മളിത് ഇത് അധികം കണ്ട ഇല്ല പൊടിപ്പ് നല്ല ഇല കണ്ട. ഇത് നമ്മളിപ്പം 2 ഇതെണ്ണാണ് ഈ 2 ഇതെണ്ണാണ് നമ്മൾ വെക്കുന്നത്. ഒന്നും കൂടി എടുക്കും നമ്മൾ. ഇതിപ്പോൾ ഈ നല്ല പൊടിപ്പ്. ഇതിപ്പം 2 എണ്ണം ഇങ്ങനെ വെക്കുക. മാണദേശോടിയും വളപ്പൊടിയും നമ്മൾ എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഇടുക. ഇനി കുറച്ച് മണ്ണ്, ഇത്തിരിച്ച മണ്ണാണ് നമുക്ക് വേണ്ടത്. ഇത് പന്നിയൂർ 5. ഇതിപ്പോൾ ആൾക്കാർക്ക് നമുക്ക് നേഴ്സറിയിൽ നിന്നും കൊടുക്കണ്ടിക്കണ്ട. ഇതിപ്പോൾ അധികം അമർത്തണ്ട, ഇങ്ങനെ തന്നെ അവിടെ വെക്കുക. ഇനി നമുക്ക് എന്നും എടുക്കാം. നമ്മൾ വീണ്ടും എടുക്കുന്നില്ല. പൊടിപ്പ് കണ്ടെങ്കിൽ നല്ല പൊടിച്ച് കഴിഞ്ഞ് ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇത് വെക്കേണ്ടതാ. ഇങ്ങനെയാണ് ഇത് കണ്ടിട്ടുക. ഇങ്ങനെ ഏകദേശം ചാച്ചിതാ ഇങ്ങനെ അവിടെ വെച്ച് വെക്കുക. കുറച്ചിങ്ങനെ അപ്പോൾ വീണ്ടും നമ്മൾ ഒന്ന് എടുത്തിട്ട് തണ്ട ഇത് പൊടിപ്പ് തട്ടുന്നുണ്ടോ. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വെക്കുക. ഇങ്ങനെ അതിൻ്റെ മേലെ നമ്മൾ ദേശം ചാണകപ്പൊടി വളപ്പൊടി അങ്ങനെ ഇട്ടിട്ട് എന്നിട്ട് കുറച്ച് മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ആക്കി എടുക്കുക. ഇത് നമ്മൾക്ക് എന്ത് ചെയ്യണോ, അപ്പം 2 പാക്കറ്റ് ആക്കി. ഇനി നമുക്ക് കുറേ പാക്കറ്റ് ആക്കണം. എന്നും നമ്മളാക്കുക. ഇങ്ങനെ ആക്കിയെടുത്ത് നമ്മൾ ഇന്നെനിക്കൊരു 100 പാക്കറ്റ് പന്നിയൂർ 5-ൻ്റെത് അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്ക് കൊടുക്കുക. അങ്ങനെ നമുക്ക് നമ്മൾ കൃഷിക്കാർക്ക് ഏലാക്കി എൻ്റെ കൃഷിയിടത്തിൽ നിന്നും കൊടുക്കുന്നതാണ്. ഞാൻ നല്ല കൃഷിയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഏലാക്കി കൊടുക്കുന്നുണ്ട്. ആർക്കും വേണമെങ്കിലും നമ്മൾ പന്നിയൂർ 5-ൻ്റെ പന്നിയൂർ 1-ൻ്റെ കരിമുണ്ട ഇതൊക്കെ ഉണ്ടാക്കി വീട്ടിൽ നിന്നും ഞാൻ കൃഷിയിടത്തിൽ നിന്നും വള്ളിത്തലകൾ മുറിച്ചിട്ടുണ്ടാക്കി. കണ്ടങ്ങൾ ഈ വള്ളി കണ്ടങ്ങൾ ഇത് പന്നിയൂർ 5-ൻ്റെ ചിത്തലുണ്ട്. ഇപ്പം ചിത്തൽ കാണിച്ചു കൊടുക്കും. ചിത്തൽ കണ്ട പന്നിയൂർ 5-ൻ്റെ ഇങ്ങനത്തെ വള്ളി അത് കൊല്ലായിക്കാളും. ഇങ്ങനത്തതാണ് നമ്മൾ നേഴ്സറിയിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്. പെട്ടെന്ന് നമ്മൾ തന്നെ പൊടിപ്പിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ ആക്കിയെടുത്തിട്ടാണ് ഞാൻ നേഴ്സറിയിൽ നിന്ന് എല്ലാവർക്കും ഞാൻ കൃഷി സാധനം കൊടുക്കുന്നത്. എല്ലാവർക്കും ഞാൻ എല്ലാ സാധനം കൊടുക്കുന്നുണ്ട്. ഞാൻ തന്നെ നല്ല കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യട്ടെ. എന്നാലാണ് നമുക്ക് നമ്മളെ പ്രധാനപ്പെട്ട കേരളത്തിലെല്ലാം നല്ല കൃഷി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്ക് അറിയുന്ന കൃഷികൾ ഓരോരുത്തർ ഉണ്ടാക്കി ജനങ്ങൾക്ക് കൊടുക്കുക. നമുക്കറിയുന്ന സാധനം കൂടുതൽ ആദായമുള്ള സാധനങ്ങൾ എന്തൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് ജനങ്ങളെ മുമ്പിട്ട് ജനങ്ങൾക്ക് കൊടുക്കുക. അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുക. ഇങ്ങനെയൊക്കെ എല്ലാവരും നിങ്ങൾക്ക് അറിയുന്ന ഓരോന്ന് ഉണ്ടാക്കിയെടുത്ത് കൊടുക്കുക. ഓരോരുത്തർക്കും എല്ലാവരും നല്ല കൃഷി ചെയ്യുക. ഇങ്ങനെയാണ് ഇന്ന് നമ്മൾ പാക്കറ്റ് നിറക്കാൻ നിൽക്കുന്നത്. 150 പാക്കറ്റ് നിറക്കേണ്ടിയുണ്ട്. അപ്പോൾ ഇന്ന് നേഴ്സറി തന്നെയാണ്. ഇന്ന് ഇത് 150 പാക്കറ്റ് നിറക്കുമ്പോൾ ഒരു 2-2:30 മണിയാവും. എന്നിട്ട് വേണം കൃഷിയിടത്തിൽ ഇറങ്ങാൻ, കൃഷിപ്പണി എടുക്കുക. ഓക്കെ, എന്നെന്താ എടുക്കുക. അപ്പോൾ എല്ലാം പൊടിപ്പ് വന്ന് ഇതിപ്പോൾ ഒരാഴ്ച കൈമണയൊക്കെ എല്ലാം പൊടിപ്പിങ്ങ് വരും. ഇങ്ങനെ ഈ 2 എണ്ണയും മാണേ നമുക്ക് എന്ത് ചെയ്യുക, 3 എണ്ണവും നമ്മൾ ചാണകപ്പൊടി ജൈവവളമായത് കേട്ടോ. ജൈവവളം നമ്മൾ നല്ലോണം അങ്ങ് ഉപയോഗിക്കുക. എന്നാൽ തന്നെ നമുക്ക് നല്ല ഇതാണ്. രാസവളങ്ങളെ ഉപയോഗിക്കാണ്ട് നിൽക്കുക. ഓരോരുത്തർക്ക് കയ്യിൽ നിന്ന് ജൈവവളം ഉണ്ടാക്കുക. ഓരോരുത്തർക്ക് കാണുമ്പോൾ ഉണ്ടാക്കുക. ഓരോരുത്തർക്ക് എങ്ങനെ ഓരോരു ജൈവവളം ഉണ്ടാക്കുക. നിങ്ങൾക്ക് നല്ല കൊള്ളിക്കഷ്ണം ഉണ്ട്. ആ കൊള്ളിക്കഷ്ണം മുറിച്ചിട്ട് അതും ഒരു ജൈവവളമാക്കി എടുക്കുക. ചപ്പ് ചവറുണ്ട്, അതും നുള്ളി ഇറക്കിയിട്ട് ജൈവവളം ഉണ്ടാക്കുക. പഴത്തോട് ഇങ്ങനത്തെ പിന്നെ കുഴച്ചിൽ ഇതെല്ലാം ജൈവവളമാക്കി. എന്തൊക്കെ ജൈവവളങ്ങളൊക്കെ കുഴച്ചിൽ ജൈവവളമാക്കി എടുക്കുക. പിന്നെ അങ്ങനെയുള്ള ഓരോന്നിൻ്റെ പേര് വെച്ചിട്ട് നമുക്ക് ഓരോ ജൈവവളമാക്കി മാറ്റുക. പല ജാതികളുടെ ജൈവവളം നമുക്ക് വിട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഏത് ജൈവവളം ഉണ്ടാക്കുവാനാവും. കൊള്ളിക്കോലിൻ്റെ ജൈവവളം അങ്ങനെ ആക്കി ഉണ്ടാക്കുക. പല ജാതി കുറ്റി ജൈവവളം അത് ഉണ്ടാക്കിയെടുക്കുക. കുറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കാട്ടും കുറ്റിയെല്ലാം ഒന്ന് തറച്ചിട്ടിട്ട് റമ്മിൻ്റെ അകത്തിട്ടിട്ട് അതാണ് കുറ്റി ജൈവവളമാക്കിയെടുക്കുക. അങ്ങനെയുള്ള ജൈവവളങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് ഓരോരുത്തർക്ക് എന്തെല്ലാം തോന്നും അതൊക്കെ നമുക്ക് ജൈവവളമാക്കി എടുക്കുക. നമുക്ക് എന്നുണ്ടാക്കുക.